സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ മരിയലിസ മാത്യു, വെറ്റിനറി ഡോക്ടറാണ്. എനിക്ക് സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് എൻ്റെ ഫോളോവേഴ്സും സുഹൃത്തുക്കളുമൊക്കെ മെസ്സഞ്ചറിലും വാട്സപ്പിലുമൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം മെസ്സഞ്ചറിൽ വന്ന അനിലിൻ്റെ മെസ്സേജ് കണ്ട് ഞാനൊന്ന് ഞെട്ടി. ആ മെസ്സേജ് ഞാൻ വായിക്കാം. ആണുങ്ങൾ മുട്ട കഴിച്ചാൽ ഈസ്ട്രജൻ ഹോർമോൺ ശരീരത്തിൽ വരും എന്ന് പറഞ്ഞു കേൾക്കുന്നു. അതിനാൽ പുരുഷ ഹോർമോണുകൾ കുറയും. അതുകൊണ്ട് മുട്ട കഴിക്കരുത്. ബ്രാക്കറ്റിൽ നാടൻ മുട്ട കഴിക്കാം. ഇത് വായിച്ചപ്പോൾ പുതിയ ഒരു വിവാദത്തിന് തിരികൊളുത്തുകയാണെന്ന് എനിക്ക് തോന്നി. പൗരുഷത്തെ തൊട്ട് കളിച്ചാൽ ഒരു പുരുഷനും അത് സമ്മതിക്കില്ല. മുട്ട കഴിച്ചാൽ പൗരുഷം പോവും, അല്ല കുറയും എന്നതുപോലും ഒരു പുരുഷനും അംഗീകരിക്കാൻ സാധിക്കില്ല. മുട്ടയെപ്പറ്റി ഒരുപാട് അപവാദ പ്രചരണങ്ങളുണ്ട്. അത് നാടൻ മുട്ടയെപ്പറ്റിയല്ല, അഴിച്ചുവിട്ട് വളർത്തുന്ന നാടൻ കോഴികളുടെ മുട്ട മാത്രമേ കഴിക്കാവൂ എന്ന് പറയുന്ന ഡോക്ടർമാർ വരെയുണ്ട്. മുട്ട നിറയെ കൊളസ്ട്രോൾ ആണെന്നും മുട്ടയുടെ ഉണ്ണി കഴിക്കരുതെന്നും പ്രചരണം ഉണ്ടായിരുന്നു. മെഡിക്കൽ ഫീൽഡിൽ ഉള്ളവർ തന്നെ ആണ് ഇതിന് തുടക്കം കുറിച്ചത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. വിദേശ രാജ്യങ്ങളിലെ ഗവേഷണ ഫലമായിരുന്നു അത്. എന്നാൽ പിന്നീട് ശരീരം ആവശ്യത്തിന് കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും ആഹാരത്തിലൂടെ ലഭിക്കുന്ന കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിയാൽ ശരീരം കൊളസ്ട്രോൾ ഉൽപ്പാദനം കൺട്രോൾ ചെയ്യുമെന്നും ആവശ്യത്തിലധികം കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഉൽപ്പാദനം നിർത്തിവെക്കാൻ പോലും ശരീരത്തിനാവുമെന്നും റിസർച്ചിലൂടെ കണ്ടുപിടിച്ചു. വിദേശ രാജ്യങ്ങളിലൊക്കെ മുട്ടയെപ്പറ്റിയുള്ള ഭയം ഒഴിഞ്ഞു. എന്നാൽ നമ്മുടെ നാട്ടിൽ മുട്ടയെപ്പറ്റി, പ്രത്യേകിച്ച് മുട്ടയുടെ ഉണ്ണിയെപ്പറ്റി വലിയ അപവാദങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. വെള്ള കഴിച്ചിട്ട് ഉണ്ണി എറിഞ്ഞു കളയുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നാറുണ്ട്. കാരണം വെള്ളയിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ മാത്രമേ കിട്ടുന്നുള്ളൂ. എന്നാൽ ഉണ്ണി പോഷകങ്ങളുടെ ഒരു കലവറയാണ്. വിറ്റാമിനുകൾ എല്ലാം തന്നെയുണ്ട്, വിറ്റമിൻ സി മാത്രമാണ് ഇല്ലാത്തത്. ഞാൻ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളുള്ള നായ്ക്കളായാലും പൂച്ചയായാലും പശുവായാലും ആടായാലും വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും പോരായ്മയുണ്ടെന്ന് കണ്ടാൽ, അതുമൂലമുള്ള വന്ധ്യതയാണെന്ന് കണ്ടാൽ അവയ്ക്ക് മുട്ട കൊടുക്കാനാണ് പറയുന്നത്. കാരണം നാച്ചുറലായി കിട്ടുന്ന വിറ്റാമിനുകളും ധാതുക്കളുമൊക്കെ ധാരാളമായി മുട്ടയിലുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, മുട്ട പൗരുഷം കുറയ്ക്കുമോ എന്നതാണ്. ഈസ്ട്രജൻ ഹോർമോൺ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ട്. അത് സ്ത്രീകൾക്ക് കൂടിയ അളവിലുണ്ട്, പുരുഷനത് കുറഞ്ഞ അളവിലാണ്. മുട്ടയിൽ അല്ലെങ്കിൽ മുട്ടയുടെ ഉണ്ണിയിൽ ഈസ്ട്രജൻ ഹോർമോൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, മുട്ട ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ഈ ഹോർമോണുകളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ട്രേസ്, ഒരു നേരിയ അംശം മുട്ടയിലും ഉണ്ടാവാം. അത് നാടൻ മുട്ടയിലും വിദേശ ഇനം മുട്ടയിലും വെള്ള മുട്ടയിലും ബ്രൗൺ മുട്ടയിലും ഉണ്ടാവാം. എന്നാലും അത് കഴിക്കുന്ന ആളിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുന്ന അളവിൽ ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് മുട്ട കഴിച്ച് പൗരുഷം നഷ്ടപ്പെടുമെന്ന് ആരും വിചാരിക്കണ്ട. പിന്നെ വേറൊരു സത്യം പറയട്ടെ, ഈസ്ട്രജൻ പൗരുഷത്തിന് അത്യാവശ്യമുള്ള ഒരു ഹോർമോണാണ്. പുരുഷൻ ചെറിയ തോതിൽ ഇസ്ട്രാഡിയോൾ അഥവാ ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിനെ ഈസ്ട്രാഡിയോൾ ആയി കൺവേർട്ട് ചെയ്യുന്നത് ആരോമാറ്റേസ് എന്ന എൻസൈമാണ്. പുരുഷൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്
ചെറിയ ലെവലിലുള്ള ഈ ഈസ്ട്രജൻ. പുരുഷൻ്റെ എല്ലുകളുടെ ആരോഗ്യത്തിന് ഇത് ആവശ്യമാണ്. റെഗുലേഷൻ ഓഫ് ലിബിഡോ, സെക്സ് ഡ്രൈവ് റെഗുലേറ്റ് ചെയ്യാനും ബീജം ഉൽപ്പാദിപ്പിച്ച് മച്ചുറാകാനും നല്ല രീതിയിലുള്ള ടെസ്റ്റിക്കുലർ ഫങ്ഷനും ഈ ഈസ്ട്രജൻ അത്യാവശ്യമാണ്. അപ്പോൾ മുട്ട കഴിക്കുമ്പോൾ ശരീരത്തിനെ യാതൊരു വിധത്തിലും ബാധിക്കുന്ന തരത്തിലുള്ള ലെവലിലുള്ള ഈസ്ട്രജൻ മുട്ടയിൽ നിന്ന് മനുഷ്യരുടെ ശരീരത്തിലെത്തുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പൗരുഷം അപകടത്തിലാകും എന്ന ഒരു പ്രചരണം ദയവായി തുടങ്ങരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് പറയാനുള്ളത്, മുട്ട പോഷകസമൃദ്ധമായ ഒരാഹാരമാണ്. ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരു ആഹാരപദാർത്ഥം. മുട്ട ദിവസേനയോ ആഴ്ചയിൽ 2-3 എണ്ണമോ നിശ്ചയമായും കഴിക്കുക, നിങ്ങളുടെ ഡോക്ടർ വിലക്കാത്തിടത്തോളം കാലം. അപ്പോൾ ശരി, ബായ്.